ഹൈ ഡിയേഴ്സ്, നമസ്കാരം. വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നാളെ വിഷു ആണ് അല്ലേ? ഇപ്പം എല്ലാവരും വിഷു ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും. ഇപ്പം നാളെ വിഷുവായിട്ട് എനിക്ക് തോന്നി നാളത്തെ വിഷു ഫലം എന്താണെന്ന് നോക്കിയാലോ. ഇത് കാണുന്നവരുടെ ജനറൽ റീഡിംഗ് ആണ്. അപ്പം ഇത് എൻ്റെ ഈ റീഡിങ് കാണുന്ന വ്യൂവേഴ്സിനുള്ള റീഡിങ്ങാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫലം എല്ലാവർക്കും ബാധിക്കണമെന്നില്ല, എന്നാലും ഏതെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും. അപ്പം നമുക്കത് നോക്കാം. വിഷു ഫലം എന്ന് പറയുമ്പം ഒരു വർഷത്തേക്കുള്ളതാണ്. നമ്മൾ വിഷുക്കണി കാണുന്ന ഒരു വർഷത്തെ ഫലം എന്നാണ്. 8 കാര്യങ്ങളാണ് വിഷുക്കണി കാണാൻ വെക്കേണ്ടതെന്നാണ് എനിക്കുള്ള അറിവ്. അതായത് ഗ്രന്ഥം, ചക്ക, മാങ്ങ, വെള്ളരി, അലക്കിയ മുണ്ട്, അലക്കിയ വസ്ത്രം, വാൽക്കണ്ണാടി, ഒണ്ണങ്ങലരി, ഉണക്കലരിയില്ലേ അത്, സ്വർണം. ഇത്രയും സാധനമാണ് അത്ര മെയിനായിട്ട് കണി വെക്കേണ്ടത്. പിന്നെ ബാക്കി എല്ലാവരുടെ സൗകര്യം പോലെയൊക്കെ നമ്മൾ വീടുകളിൽ വെക്കാറുണ്ട്. പക്ഷെ ഇത്രയാണ് ഗുരുവായൂരപ്പന് കണി വെക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്കുള്ള വിഷുഫലം എന്താണെന്ന് നോക്കാം. ഏഞ്ചൽ മെസ്സേജ് നോക്കാം. രണ്ട് കാർഡും കൂടെ എടുക്കാം. രണ്ട് കാർഡും കൊടുക്കുന്നപ്പം രണ്ട് കാർഡ് ചാടുക. കാർഡ് നൈറ്റ് ഓഫ് വാൻസ് ആണ്. വിഷുഫലമാണ് നമ്മൾ നോക്കുന്നത്. വിഷുഫലം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. സ്പ്രെഡിൽ വന്നിരിക്കുന്നത് ആർക്കും ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ലക്കാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കുറേ പേർക്ക് ഇപ്പം ജോലിയൊക്കെ ഈ നേഴ്സിംഗ് ഫീൽഡ്, അതുപോലെ ടീച്ചിങ്, സോഷ്യൽ സർവീസ്, ഡോക്ടർ, അങ്ങനെയൊക്കെ ഉള്ള ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും PSC എഴുതിയിരിക്കുന്നവർക്കൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ, സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് പൊതുവെ. ഇപ്പം അത് സക്സസ് ആകുമോ, അത് അങ്ങനെ ഒരു സംശയത്തിലൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ നിങ്ങൾ. കരിയറായിക്കോട്ടെ, ഏത് ഫീൽഡിലായാലും ഏത് രീതിയിലായാലും, അപ്പോൾ റിലേഷൻഷിപ്പാണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലാണേലും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യം, അല്ല ധനപരമായിട്ടായാലും അങ്ങനെ ഏത് കാര്യമായാലും നിങ്ങൾ ഉത്തരവാദിത്തമായിട്ട് അത് ഏറ്റെടുത്താൽ നിങ്ങൾക്ക് സക്സസ് ആകുമെന്നാണ്. ഇവിടെ ലക്കാണ്. അതായത് ഇവിടെ 7, 8, 9 അത് ലക്കിൻ്റെ നമ്പറാണ്. 7, 8, 9 7, 8, 9 കൂടുമ്പോൾ 24 വരും. 24 ലക്കിൻ്റെ നമ്പറാണ്. 6 ഒക്കെ ലക്കിൻ്റെ നമ്പറാണ്. അതുപോലെയാണ് ലക്കി പീപ്പിളാണ് നിങ്ങളെന്നാണ്. ഭാഗ്യം വരുന്നുണ്ട്, പല രീതിയിലും ഭാഗ്യം വരുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിന്നാണ്.
ന്യൂ ബിഗിനിങ്, പല കാര്യങ്ങളും നിങ്ങൾക്ക് പുതുതായി ആരംഭിക്കാൻ കഴിയുന്നതാണ്. ചിലപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംരംഭങ്ങളോ ബിസിനസ്സോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കച്ചവടമോ അല്ലെങ്കിൽ സ്ഥലം വീട് അല്ല സ്ഥലം വിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പല ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ടെൻഷൻ, ആങ്സൈറ്റി, അതൊക്കെ നിങ്ങളെന്തിനാണോ വിഷമിച്ചിരിക്കുന്നത് ഒക്കെ മാറാൻ പോകുന്നു. പേജ് ഓഫ് കപ്സും അത് തന്നെയാണല്ലോ. ഇപ്പോൾ 8 ഓഫ് വാൺസ് ആണെങ്കിൽ എത്രയും പെട്ടത്, അപ്പോൾ അത് ഒരുപാട് താമസിക്കാനുള്ള സാധ്യതയില്ല. ഉടനടി അതിനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും എന്നാണ്. ഒരു ലെറ്ററോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ലെറ്ററോ ഫോൺ കോളോ മെസ്സേജോ ഒക്കെ ഉടനടി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിച്ചിരിക്കാത്ത സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ്. അപ്പം അത്രയും ദൈവാധീനം ഉള്ളവരാണ് നിങ്ങൾ, അത്രയും ദൈവാനുഗ്രഹം ഉള്ളവരാണ് നിങ്ങൾ. അതുപോലെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. അതുപോലെ ആരെങ്കിലുമൊക്കെ സഹായം ആഗ്രഹിക്കുന്നവർ അങ്ങനെ സഹായിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട്, ഭാഗ്യമാണ് വരാൻ പോകുന്നത്. നല്ലൊരു ബിഗിനിങ് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി പ്രകാരം നല്ലൊരു ഫലമാണ് കിട്ടിയിരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവർക്കും ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പ്രശ്നങ്ങളൊക്കെ മാറിപ്പോട്ടെ. ഇവിടെ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ ഒരു അവസ്ഥയുണ്ട്. എല്ലാവരും അധികം പേരും തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ലക്കാണ് വരാൻ പോകുന്നത്. ഗുഡ് ന്യൂസ്, ലൈഫ് മൊത്തം ഒരു ചേഞ്ച് ആകുന്ന അവസ്ഥ, ഒരു ചേഞ്ച്, ഒരു മാറ്റം. ഇത്ര വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് നല്ലൊരു മാറ്റം, ഐശ്വര്യപൂർണമായൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഇതൊക്കെ സംഭവിക്കട്ടെ, എല്ലാവരുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ കഴിയട്ടെ അല്ലേ. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരിക്കട്ടെ. ഹാപ്പി വിഷു. യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ മറക്കണ്ട, എപ്പോഴും അത് അറിയിച്ചുകൊണ്ടിരിക്കുക. ഐ ആം ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ടു ഗീവ് മീ എവറിത്തിങ് അബണ്ടൻലി എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, യൂണിവേഴ്സിന് താങ്ക്സ് പറയാം. അങ്ങനെയും പ്രാർത്ഥിക്കാം. ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക്സ് അറിയിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽ മെസ്സേജ് കൂടെ നോക്കാം. ഓക്കെ ടേക്ക് ആക്ഷൻ എന്ന് വരുന്നു. ഓക്കെ, reconsider. Be assertive. ഇപ്പം നല്ല ഫലം, നല്ല റിസൾട്ടാണ്. പക്ഷെ എന്തിനും ഏത് കാര്യത്തിനും നമ്മൾ ആക്ഷൻ എടുക്കണമല്ലേ. നമ്മൾ വെറുതെ എടുത്തിരുന്നാൽ ഒരു കാര്യം നടക്കില്ല. ഇപ്പം നമ്മൾ എടുക്കുന്ന എഫേർട്ടിനാണ് ഫലം കിട്ടുന്നത്. അതിലൂടെ ഫോണിൻ്റെ എനർജി അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്താലും, ഒരു ചെറിയ എഫേർട്ട് എടുത്താൽ പോലും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് അതിനുള്ള ഫലം കിട്ടില്ല. അപ്പം ഏഞ്ചൽസ്, യൂണിവേഴ്സ് കൂടെ തന്നെയുണ്ട്, നിങ്ങൾക്ക് കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ആക്ഷൻ എടുക്കുക. ഏഞ്ചൽസ് വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്താലേ അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മടിച്ചിരിക്കാതെ ആക്ഷൻ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ടേക്ക് ആക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പം പല ഇതിലുള്ളവരായിരിക്കുമല്ലോ കാണുന്നത്. അതുപോലെ റീകൺസിഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ബെറ്റർ ടൈം വിൽ കം എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ചേഞ്ച് വരുത്താനുള്ള സമയമാണ്. ടോട്ടലി ഒരു ചേഞ്ച്.
വരും എന്നാണ്. അപ്പോൾ നമ്മളെ തന്നെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും, അത് വർക്ക് റിലേറ്റഡ് അല്ലാതെ അവനവനെ തന്നെ ഒരു സ്പിരിച്വലി ഒക്കെ ഉയരാനുള്ള സാധ്യത അങ്ങനെയൊക്കെ വരുമല്ലോ. എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ അതൊന്നും കൂടെ പുനർചിന്തനം നടത്തി മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. അതാണ് റീകൺസിഡർ. അതും അങ്ങനെയും മാറ്റങ്ങൾ വരും. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ ചിന്തിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ഒരു റീകൺസിഡറേഷൻ നിങ്ങൾക്ക് വരും എന്നാണ്. ഈ എല്ലാ മാറ്റങ്ങളും ഒരു വ്യക്തിയിൽ തന്നെ ആവാം, ഇല്ലെങ്കിൽ നിങ്ങൾ പലരാണ് കാണുന്നത്, പലർക്കും പല അനുഭവങ്ങളായിരിക്കും. അപ്പം ഓരോരുത്തർ എന്താണ് നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ അതെടുക്കുക. ഓക്കെ, ഇത്ര കാലം ദൈവികമായിട്ടുള്ള വിശ്വാസമില്ലാത്തവരോ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവരോ അല്ലെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം. എന്തും നമുക്ക് പുതിയ തുടക്കമാവാം. ഇതുവരെ ഇല്ലാത്തത് എന്ത് തുടങ്ങിയാലും അതൊരു പുതിയ തുടക്കമാണ്. അത് ലൈഫിൽ നല്ലത് വരുത്തും എന്നാണ്. അതുപോലെ തന്നെ ബി അസർട്ടീവ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നാണ്. നിങ്ങളുടെ കയ്യിലാണ് തീരുമാനങ്ങൾ. നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളിലേക്ക് ഭാഗ്യം, ഇമ്പ്രൂവ്മെൻറ്റ്, ഗ്രോത്ത് ഒക്കെ വരിക. അത് ഈശ്വരൻ നിങ്ങൾക്ക് തരണമെങ്കിൽ, യൂണിവേഴ്സ് തരണമെങ്കിൽ പറഞ്ഞു ടേക്ക് ആക്ഷൻ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം, അതിൽ ഉറച്ചു നിൽക്കുക, എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് തന്നെ മനസ്സുകൊണ്ട് ചോദിക്കുക, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പ്രാർത്ഥിക്കുക. നമ്മൾ നിരന്തരം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുക, അവനവൻ്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക. അത് നിങ്ങളുടെ സോൾ നിങ്ങളോട് പറയുന്നത് എന്താണ് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഓക്കെ, നമ്മുടെ പ്രവൃത്തി മൂലം മറ്റുള്ളവർ വേദനിക്കാത്ത രീതിയിലുള്ള തീരുമാനങ്ങൾ, നന്മയുടെ പാതയിലൂടെ, അങ്ങനെ ഉണ്ടല്ലോ, അത് ഈശ്വരൻ വഴി കാണിക്കും, നിങ്ങളെ കൂടെ നിന്ന് സംരക്ഷിക്കും എന്നാണ്. ഓക്കെ, ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കുള്ളൂ. അതാണ് ഈശ്വരഹിതത്തെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾക്ക് നമ്മുടെ സോളിന് എന്താണ് വേണ്ടതെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. അപ്പോൾ അതിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം നന്നായിരിക്കട്ടെ, നല്ല സൗഭാഗ്യങ്ങൾ നിറയെ വരട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സക്സസ് ആവട്ടെ, പൂവണിയട്ടെ. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്. അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.